നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടവും അമേരിക്കൻ പ്രസിഡൻ്റായി വന്നതോടെ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള മാനുഷിക പരിഗണനയും നൽകാതെയുള്ള നടപടികളാണ് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ പിടികൂടുന്ന അനധികൃത കുടിയേറ്റക്കാരെ അതിഭീകരമായ രീതിയിൽ രാജ്യത്തെ സകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇവർ തടവറകളിലിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ നടത്തിയൊരു അന്വേഷണത്തിനൊടുവിലാണ് ഇവിടെ നടക്കുന്ന അതിഭീകരമായ മനുഷ്യത്വ ലംഘനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തടവറകളൊക്കെ തന്നെ രഹസ്യ കേന്ദ്രങ്ങളാണ്. ഇതെവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായി ആർക്കും അറിയുകയില്ല. അമേരിക്കയിലെ IC ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകൾ, അവർ രഹസ്യമായി ഒരുക്കിയ മറ്റു ചില തടവറകൾ, ഇവിടങ്ങളിലാണ് ഈ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ കഴിയുന്നത്. അമേരിക്കയിലെ നിയമം അനുസരിച്ച് ഇത്തരം ഈ IC അധികൃതർക്ക് ഒരാളിനെ അറസ്റ്റ് ചെയ്താൽ 12 മണിക്കൂർ മാത്രമേ കസ്റ്റഡിയിൽ വയ്ക്കാൻ അധികാരമുള്ളൂ. എന്നാൽ ഈയിടെ ഈ നിയമങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ ഈ ഇളവുകൾ ഫലപ്രദമായി മുതലെടുത്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇത്രയും ക്രൂരമായ രീതിയിൽ ആളുകളോട് പെരുമാറുന്നത്. വളരെ ചെറിയ ഇടുങ്ങിയ മുറികളാണ് ഈ തടവറകളിലൊക്കെ തന്നെ ഉള്ളത്. കോൺക്രീറ്റ് തറകളിലാണ് ആളുകൾ കിടക്കുന്നത്. അവർക്ക് കിടക്കാനൊരു കിടക്ക പോലും അവിടെ നൽകിയിട്ടില്ല. ആവശ്യത്തിന് മതിയായ ഭക്ഷണമില്ല. ഇവർക്ക് അവരുടെ ബന്ധുക്കളെയോ അഭിഭാഷകനെയോ കാണണമെന്ന് പറഞ്ഞാൽ അതിന് അനുവദിക്കില്ല. ശരിക്കും ഇവർ എവിടെയാണ് തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പോലും ഇവർ പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഭീകരമായ കാര്യം. ഈ തടവറകളിലൊക്കെ തന്നെ ഇവർ ശാരീരികമായും ഒരുപക്ഷെ ലൈംഗികമായി പോലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളും ദ ഗാർഡിയൻ ഉയർത്തുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദ ഗാർഡിയൻ ഇതിൻ്റെ അധികൃതരെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കിതിന് മറുപടി നൽകുന്നതിന് കൂടുതൽ സമയം വേണം എന്നായിരുന്നു. അതായത് ഈ മനുഷ്യരെ ഇത്രയും ക്രൂരമായ രീതിയിൽ ദീർഘകാലം നിയമവിരുദ്ധമായി തടങ്കൽ വെച്ച് പീഡിപ്പിക്കുന്നതിനൊക്കെ കുറിച്ചൊക്കെ തന്നെ ഈ ഏതെങ്കിലും പുതിയ കഥകൾ ഉണ്ടാക്കാനായിരിക്കാം ഒരുപക്ഷെ ഇവർ കൂടുതൽ സമയം ചോദിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഈ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാവരും തന്നെ ഏതാണ്ട് ക്രിമിനലുകളാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഇവരെ നാട്ടിലേക്ക് അയക്കുന്നത് പോലെ നമുക്കറിയാം, ചങ്ങലക്കിട്ട് കയ്യിലും കാലും എല്ലാം ചങ്ങലക്കിട്ട് എയർഫോഴ്സിൻ്റെ വിമാനങ്ങളിലാണ് നാട്ടിലേക്ക് പോലും അയക്കാറുള്ളത്. ഇവിടെ വന്ന് പെട്ടുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഓരോ മാർഗ്ഗങ്ങൾ, വർഷങ്ങളായി അവിടെ ജീവിക്കുന്ന ആളുണ്ട്, അവരെയൊക്കെ തന്നെയാണ് പിടിച്ചുകൊണ്ടുപോയി ഇത്തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇവർ വിധേയരാക്കുന്നത്. ഇവർക്ക് യഥാസമയം ചികിത്സ പോലും ലഭിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. കുട്ടികളുണ്ട്, വയസ്സായ ആളുകളുണ്ട്, രോഗികളുണ്ട്. ഇവർക്കൊക്കെ തന്നെ ആവശ്യത്തിന് ഭക്ഷണമോ മരുന്നോ ഒന്നും നൽകാതെ 12 മണിക്കൂർ മാത്രം